നടി സുകുമാരിയുടെ മരണം ആത്മഹത്യയെന്ന് സംശയം പ്രകടിപ്പിച്ച സംവിധായകൻ വിനയൻ. പൂജാമുറിയിൽ വെച്ച വസ്ത്രത്തിന് തീപിടിച്ചു മരിച്ചു എന്ന വാർത്ത ശരിയാണോ? സുകുമാരി ചേച്ചിയും എന്തെങ്കിലും തീരുമാനിച്ചിരുന്നുവോ എന്നാണ് ആകാശഗംഗ സിനിമയുടെ ഓർമ്മ ചിത്രം പങ്കുവച്ചെഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ വിനയൻ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, സുകുമാരിയുടെ മരണം അത് വസ്ത്രത്തിന് തീപിടിച്ചു, പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥനയ്ക്കിടെ വസ്ത്രത്തിന് തീപിടിക്കുകയും അങ്ങനെയാണ് മരണപ്പെട്ടത് എന്നതാണ് പൊതുവിൽ വിവരമായി പുറത്തു വന്നത്. പക്ഷേ ഇവിടെ വിനയൻ ചില സംശയങ്ങൾ പങ്കുവെക്കുന്നു. അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംശയം മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംശയം പ്രകടിപ്പിക്കുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, വിനയന്റെ പോസ്റ്റിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ എന്തുകൊണ്ടാണ് ഈ സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: പുതുതായി തുടങ്ങുന്ന ഫാന്റസി ചിത്രത്തിൽ ആകാശഗംഗ വരുന്നുണ്ട്. ആ കഥാപാത്രത്തിനായി തിരയുകയാണ്. അവിടെയാണ് പഴയ ഗംഗയും അവരെ പരിചയപ്പെടുത്തിയ വ്യക്തിയെയും ഓർത്തു പോയത്. ഏത് പുതിയ ഫാന്റസി ചിത്രത്തിൽ ആകാശഗംഗ എന്ന കഥാപാത്രം എത്തുന്നുണ്ട്. അപ്പോൾ ഓർത്തെടുക്കുന്നതാണ് ഈ ഇൻസിഡന്റ്. അപ്പോഴാണ് സുകുമാരിയുടെ മരണം ആത്മഹത്യ തന്നെയാണോ എന്നുള്ള ചോദ്യം വിനയൻ ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 2013 ഫെബ്രുവരി 27-നാണ് നിലവിളക്ക് കത്തിയിൽ നിന്നും സാരിയിൽ തീപിടിച്ച് 35% പൊള്ളലേറ്റുകൊണ്ട് സുകുമാരി ആശുപത്രിയിലേക്ക് പോകുന്നതും പിന്നീട് അടുത്ത മാസം മാർച്ച് 26-ന് സുകുമാരി മരണപ്പെടുകയും ചെയ്തത്. പെട്ടെന്നുണ്ടായ ഹാർട്ട് അറ്റാക്ക് മൂലം 72 വയസ്സുകാരിയ സുകുമാരിയുടെ ശരീരത്തിനത് താങ്ങാൻ കഴിയാതെ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെയാണ് വിനയൻ ഇപ്പോൾ ഈ സംശയം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. സുകുമാരി അത് മരണപ്പെട്ടത് ആത്മഹത്യ തന്നെയായിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. എന്തെങ്കിലും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട്. കാരണം മയൂരിയെ ഇവിടെ ആകാശഗംഗയുടെ കഥാപാത്രത്തിലായിട്ട് വിനയനോട് സജസ്റ്റ് ചെയ്യുന്നത് സുകുമാരിയാണ്. പല നായികമാരെയും തേടിയെത്തി അവസാനം ഷൂട്ടിംഗ് തുടങ്ങി 8ാമത്തെ ദിവസമാണ് മയൂരി ആകാശഗംഗയിൽ എത്തുന്നത്. പിന്നീട് അതിനുശേഷവും ഒട്ടനവധി മലയാള ചിത്രങ്ങളിൽ കന്നഡക്കാരിയായിട്ടൊക്കെ മയൂരി അഭിനയിക്കുകയും ചെയ്തു. മയൂരി ഇതുപോലെ ആത്മഹത്യ ചെയ്തതാണ്. 2005-ൽ 23ാമത്തെ വയസ്സിൽ മയൂരി ആത്മഹത്യ ചെയ്തതാണ്. അപ്പോഴാണ് വിനയൻ ചോദിക്കുന്നത്, മയൂരി ആത്മഹത്യ ചെയ്തതുപോലെ തന്നെ മയൂരിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന സുകുമാരിയും ഇതുപോലെ ആത്മഹത്യ ചെയ്തതാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം വിനയൻ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വസ്തുത ഉന്നയിച്ചുകൊണ്ടൊന്നുമല്ല, എന്തോ ഒരു ഇൻറ്റ്യൂഷൻ്റെ പുറത്ത് മാത്രമായിട്ട് തോന്നിയത് എന്നാണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു സംശയമാണ്. ആ സംശയമാണ് വിനയൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിപ്പായി ഇട്ടിരിക്കുന്നത്. ഒരു തോന്നൽ, ആ തോന്നൽ തൻ്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചു. അതാണ് ഇപ്പോൾ ഈ പോസ്റ്റായിട്ട് നമ്മൾ കാണുന്നത് തന്നെ. പക്ഷേ ഈ സുകുമാരിയുടെ മരണം ഇങ്ങനെ സംഭവിച്ചതാണോ, ഒരു അപകട മരണമാണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളിൽ നമ്മൾ അപ്പോൾ മുതൽ തന്നെയുള്ള ന്യൂസ് റിപ്പോർട്ട്സും വാർത്താ റിപ്പോർട്ടും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ വിനയൻ ഈ ഉന്നയിക്കുന്ന ഈ സംശയങ്ങൾ തൻ്റെ പുതിയ ചിത്രത്തിൽ ആകാശഗംഗ എന്ന കഥാപാത്രം വരുന്നത് കൊണ്ട് ഓർത്തെടുക്കുന്നതാണെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ വിവരങ്ങൾ തോന്നിയപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ഗട്ട് ഫീലിംഗ് ആണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തതയൊന്നുമില്ല. പക്ഷേ വിനയന് ഉണ്ടായിരുന്ന ഒരു തോന്നൽ മാത്രമാണ് വിനയൻ പങ്കുവെക്കുന്നത്. ആ തോന്നലുള്ള കാരണങ്ങൾ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നീണ്ട പോസ്റ്റ് വിനയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പല ചിത്രങ്ങൾ അതിനിടയിൽ അനൗൺസ് ചെയ്തു. സാഗർ സൂര്യ നായകനായി എത്തുന്ന ചിത്രത്തിൽ ഗിന്നസ് ബക്ക്റൂം ഉണ്ടാകുമെന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ പടത്തിലാണോ ഇനി ഇങ്ങനൊരു ഫാന്റസി ചിത്രം ഉണ്ടാകുന്നത് എന്നുള്ള സംശയങ്ങൾ നിൽക്കുകയാണ്. എന്തായാലും തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു തോന്നലിൻ്റെ പുറത്ത് സുകുമാരി അമ്മയുടെ മരണം ആത്മഹത്യയാണോ എന്നുള്ളൊരു ചോദ്യം വിനയൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ വിനയൻ്റെ ഈ ഒരു സംശയം പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ മറ്റാരെങ്കിലും സമാനമാകുന്ന തരത്തിൽ കമൻറ്റുകളോ മറ്റു പ്രതികരണങ്ങളോ നടത്തിയിട്ടുണ്ടോ ഹരി? ഇല്ല, അങ്ങനൊരു കമൻറ്റ് രൂപേണ ഒന്നും വന്നിട്ടില്ല. അങ്ങനൊരു സംശയം വിനയൻ്റെ ഭാഗത്തു നിന്നുമുള്ളത് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള കമൻസ് ഒന്നും വന്നിട്ടില്ല. സാധാരണയായി സുകുമാരിയുടെ അഭിനയത്തെക്കുറിച്ചും സുകുമാരി ചെയ്ത സിനിമകളെക്കുറിച്ചുമൊക്കെയുള്ള കമൻറ്റുകൾക്കുപരി വിനയൻ പറയുന്ന സംശയത്തോട് യോജിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊന്നും ആളുകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുമില്ല. കാരണം അങ്ങനൊരു സംശയത്തിന് അടിസ്ഥാനം നാളിതുവരെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു അപകടമരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അന്ന് മുതൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും നമുക്കറിയാലോ. ഒരു മാസത്തോളം മരണം വരെ ഉണ്ടായിരുന്ന നമ്മൾ ഓരോ ദിവസവും സുകുമാരി മെഡിക്കൽ റിപ്പോർട്ട് ബുള്ളറ്റിനും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയവും പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇതൊക്കെ ചർച്ചയായിരുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ഈ 13 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു തോന്നലിൻ്റെ പുറത്ത് വിനയൻ ഒരു പോസ്റ്റ് ഇടുകയും അത് ഇപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട് എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിനയൻ്റെ തോട്ട് പ്രോസസ്സ്, വിനയൻ്റെ തോന്നൽ, അതാണ് വിനയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വാർത്താമാധ്യമങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർ അത് എടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പേര് ഉൾപ്പെടുന്നതും അത് ആത്മഹത്യയാണോ എന്നുള്ള ഒരു സംവിധായകൻ്റെ ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ്. കാരണം സുകുമാരി അമ്മ അഭിനയിച്ച സിനിമകൾ വിനയൻ സംവിധാനം ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഇരുവരും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായ ബന്ധവും അതിൻ്റെ പുറത്തുണ്ടാകും. അതിൻ്റെ പുറത്തുള്ള സംശയവും ആവാം വിനയനെ ഈ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി തോന്നിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ആകാശഗംഗ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സിനിമ, അതിനകത്ത് ആകാശഗംഗ എന്ന കഥാപാത്രം വരുമ്പോൾ ആ കഥാപാത്രം ചെയ്യാൻ തീരുമാനിച്ച മയൂരിയെ വിനയനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളത് സുകുമാരി അമ്മ ആയതുകൊണ്ടും ഉള്ളൊരു കണക്ഷൻ മാത്രമായിട്ടാണ് നിലവിൽ ഇത് കാണാൻ കഴിയുക. ഒരു സംശയം, ഒരു സംവിധായകൻ്റെ, ഒരു സഹപ്രവർത്തകൻ്റെ സംശയമായി മാത്രമേ നിലവിൽ കാണാൻ കഴിയുള്ളൂ. അഭിലാഷ്, യെസ്, നടി സുകുമാരിയുടെ മരണം ആത്മഹത്യയാണോ എന്ന സംശയമാണ് ഇപ്പോൾ സംവിധായകൻ വിനയൻ പ്രകടിപ്പിക്കുന്നത്. പൂജാമുറിയിൽ വെച്ച വസ്ത്രത്തിന് തീപിടിച്ച് മരിച്ചു എന്ന വാർത്ത ശരിയാണോ? സുകുമാരി ചേച്ചി എന്തെങ്കിലും തീരുമാനിച്ചിരുന്നോ എന്ന ഒരു സംശയം ആണ് ഇപ്പോൾ വിനയൻ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.